നമസ്കാരം, ഞാൻ അരുൺ ദാസ്. കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് സ്റ്റേറ്റ് വൈഡ് 1ാം റാങ്ക് ഹോൾഡറായിരുന്നു. എൻ്റെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. ഞാൻ നിലവിൽ QC ട്രെയിനറായിട്ട് എറണാകുളത്ത് യുണൈറ്റഡ് NDT എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നത് BMC എഞ്ചിനീയറിംഗ് കോളേജ് ശാസ്താംകോട്ടയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു മേഖലയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ QC എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്ന പോലെ ഒരു നല്ല ജോലി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ നാട്ടിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഓപ്ഷനായിട്ട് ആലോചിച്ചത് എന്തുകൊണ്ട് ഗവൺമെൻറ് എക്സാമിന് ട്രൈ ചെയ്തുകൂടാന്നാണ്. അപ്പോഴാണ് ഈ ഒരു എക്സാം സീരീസുകളൊക്കെ നടക്കുന്നത് അറിഞ്ഞത്. അപ്പം ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെയാണ് ഈ ഒരു എക്സാമിനൊക്കെ തയ്യാറെടുക്കാനായിട്ട് തുടങ്ങിയത്. ഈ ഒരു എക്സാമിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നപ്പോഴേക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നമ്മൾ പറഞ്ഞ പോലെ അതിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ നാട്ടിലൊരു ജോലി വേണം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്ത് ഇറങ്ങുമ്പം കുറേ വെല്ലുവിളികൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. അപ്പം കോമ്പറ്റീഷൻ ഇത്രയും ടൈറ്റാണ് എന്നുള്ളൊരു കാര്യം എല്ലാവരും നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പല നെഗറ്റീവ്സും ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷനുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യമൊക്കെ കേട്ടിരുന്നത്. ആ വെല്ലുവിളി ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ പിന്നീട് ഇതിൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ പഠിക്കാൻ കണ്ടെത്താനുള്ള മറ്റ് ചില സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ കുറേ വെല്ലുവിളികൾ നമുക്ക് തുടക്ക സമയത്ത് ഇതിനെപ്പറ്റി അറിയുന്ന സമയത്ത് കേട്ടിരുന്നു. അപ്പോൾ അത് ആദ്യമൊക്കെ ഞാനും ഒന്ന് പകച്ചിട്ടുണ്ട്. അല്ല, ഇതെങ്ങനെ നമ്മൾ ഇതിലോട്ട് എത്തും, എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യും, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ച് തുടങ്ങി വരുന്ന മുറയ്ക്ക് നമ്മൾ പ്രോഗ്രസീവായിട്ട് നല്ല രീതിയിൽ പഠിച്ച് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ സോൾവ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ള വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു എക്സാം പ്രിപ്പയർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്താൽ അതിലേക്ക് എത്താൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നമുക്കിത് വളരെ കൂളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് റാങ്ക്, ഇപ്പോൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറയുമ്പം ആൾക്കാർ ഇപ്പം ഒരുപാട് പേര് അതിനെപ്പറ്റി ക്യൂരിയസ് ആയിരിക്കും. അതായത് എങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് കിട്ടാനായിട്ട് എന്ത് ടിപ്സാണ് യൂസ് ചെയ്തത്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടിപ്സായിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടോ ഒന്നും പറയാനില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെയാണ് നമ്മളെ റാങ്ക് മേക്കിങ്ങിലോട്ട് എത്തിക്കുന്നത്. ഇപ്പോൾ ചില കേസുകൾ ഞാനും മുന്നേ ഒക്കെ കേട്ടിട്ടുണ്ട്, റാങ്ക് മേക്കിങ്ങിന് വേണ്ടി സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഒന്നുമില്ല. എല്ലാവരും പഠിക്കുന്ന പോലെ തന്നെയാണ് ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ എത്ര ടൈം നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് വളരെ ഒരു വലിയ മാറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ റാങ്ക് മേക്കിങ്ങിലേക്കുള്ളൊരു ഗൈഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി തുറക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മറന്നു പോകുന്നുവെന്ന് ഒരു ഡൗട്ട് തോന്നിയാൽ അതിൻ്റെ അർത്ഥം ആ ടോപ്പിക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും മറന്നേക്കാം. അപ്പം അങ്ങനെ വരുന്ന ഒരു കണ്ടൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും അതിനെ ഒരിക്കലും ലൂസായിട്ട് കാണില്ല. കാരണം നിങ്ങളിത് എക്സാം ഹോളിലിരിക്കുമ്പോൾ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ റീകളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരു സില്ലി ആയിട്ട്, അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ സമയത്ത് ഓർത്തോട്ടെ എന്ന് കരുതി ഒരിക്കലും ഒഴിവാക്കല്ല എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം നമ്മൾ ആ ഒരു സമയത്ത് പഠിക്കുന്ന സമയത്ത് ആ ഡൗട്ട് തോന്നുന്ന കാര്യം അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മെൻറ്റർ ചെയ്യുന്ന ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ റെഫർ ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ സിലബസായിട്ട് വരുന്ന എക്സാംസ് ഉണ്ടാവാം. അപ്പോൾ എവിടെ നിന്നാണോ നിങ്ങൾ അതിൻ്റെ റെഫറൻസ് ഉള്ളത് അത് കൃത്യമായിട്ട് നിങ്ങളത് ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പം ഒരു ഫസ്റ്റ് റാങ്ക് മേക്ക് ചെയ്യുന്ന ഒരാളെ സ്ട്രാറ്റജി സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം അവർക്ക് ഡൗട്ടുകൾ പരമാവധി അവർ ക്ലിയർ ചെയ്തുകൊണ്ടായിരിക്കും പഠിച്ചു പോകുന്നത്. കാരണം ഡൗട്ട് വെച്ച് പഠിക്കുന്നത് ഒരിക്കലും നമുക്കൊരു ചെയ്യത്തില്ല, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് നമുക്ക് കിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സമയമാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലെ മറ്റ് ആക്ടിവിറ്റീസിന് കൊടുക്കുന്ന സമയത്തിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ എക്സാം പ്രിപ്പറേഷൻ വേണ്ടിയായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി പല പർപ്പസുകൾ കാണും, അല്ലേ, പലതരത്തിലുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ, പല സാഹചര്യത്തിൽ പഠിക്കുന്ന ആളുകൾ കാണും, ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവർ കാണും, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള തിരക്കുകളുള്ള ആളുകളൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പോളിസി നിങ്ങൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോർ മേക്ക് ചെയ്യാനായിട്ട് ഷുവറായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ച ഒരാളാണ്. അപ്പം വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സമയം കണ്ടെത്തി പഠിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും നമുക്കൊരു ഫ്രീ ടൈം അങ്ങനെ ഫുള്ളായിട്ടൊരു കിട്ടാനുള്ള സാഹചര്യമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നതിനും നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നതിനുമായിട്ട് നമ്മളൊരു
ബാലൻസ് കീപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ബാലൻസാണ് നമുക്ക് ശരിക്കും പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ റാങ്ക് മേക്കിംഗ് അതിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ റിവൈസ് ചെയ്ത് നോക്കുക. അതായത് നമ്മളുടെ രീതിയിൽ മോക്ക് ടെസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ റിവിഷനായിട്ടോ നമ്മളതിനെ കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്തു. അതായത് നമ്മളൊരു ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടൻറ്റ് നമ്മൾ ഒരു വട്ടം റിവൈസ് ചെയ്തു, അപ്പോൾ നമ്മൾ അവിടെ ഒരു 1 ടൈം കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൊരു ഫീൽഡിലെത്തി. അതിനുശേഷം നമ്മളത് മാറ്റി വെക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം ചിലപ്പോൾ 1 ടൈം റിവിഷൻ കൊണ്ട് നിങ്ങളത് ഓക്കെ ആയി വരണമെന്നില്ല. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ അത് നാളെ ഓർക്കുമെന്ന് തോന്നുമെങ്കിലും സംടൈംസ് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിന് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ ഒരിക്കലും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ കൺഫ്യൂഷന് പ്രസക്തിയില്ല. കാരണം കൺഫ്യൂഷൻ കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആവണമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ തെറ്റിപ്പോകാം, അത് മൈനസിലോട്ട് പോകാം. അപ്പം നമ്മൾ ക്ലാരിറ്റി വരാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? ഇപ്പോൾ പലരും റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോലും റാങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലോ എത്താതെ പോയ ഒരുപാട് ആളുകൾ എനിക്കും അറിയാവുന്ന കേസുണ്ട്. അപ്പം നമ്മൾ ആ ഒരു റിവിഷൻ എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കണം. നമുക്ക് തന്നെ നമ്മളെപ്പറ്റി ഒരു അസസ്മെൻറ്റ്, അതായത് നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം അറിയുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഓർഡറിൽ പറയാൻ പറ്റണം. അതായത് ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചതാണ്, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നെക്സ്റ്റ് ഇതാണ് തീരാനുള്ളത്. അപ്പം നിങ്ങൾ ഒരു വെൽ നോൺ ആയിരിക്കണം നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെയും കാര്യങ്ങളെ പറ്റിയും റെഗുലർലി നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് പോകണം. അപ്പം നിങ്ങൾക്ക് ഇന്നലെ പഠിച്ചതിൽ നിന്ന് ഇന്നത്തേക്ക് എത്തുമ്പോഴേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അഡീഷണൽ കവർ ചെയ്തു, അപ്പോൾ എത്ര ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആണ്, ഇതെല്ലാം നിങ്ങൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റാങ്ക് മേക്കിങ്ങിലേക്ക് ഷുവറായിട്ട് നിങ്ങളെ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ്. പിന്നെ ഒരു 4th പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആളുകൾ പല കാര്യങ്ങളും നിങ്ങളോട് പറയും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് കിട്ടുമോ ഇല്ലെന്ന് ഡൗട്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും തോന്നും. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ക്രാക്ക് ചെയ്യുമോ ഇല്ലയോ, അങ്ങനെ പലപ്പോഴും തോന്നാറുണ്ടല്ലേ, ഇത് ക്രാക്ക് ചെയ്തില്ലെങ്കിൽ എന്താകും, അങ്ങനെ കൺഫ്യൂഷൻസ് വരാറുണ്ട്. പക്ഷേ ആ വരുന്നത് എല്ലാവർക്കും വരുന്ന കാര്യമാണ്. അതൊരു സ്പെഷ്യൽ കേസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഫീലിങ്ങോ അല്ല. ഏതൊരു കാൻഡിഡേറ്റിനെ നോക്കിയാൽ അവർക്ക് എല്ലാവർക്കും ഈ കോമൺ ഡൗട്ട് വരും. അതായത് എപ്പോൾ ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സംഭവിക്കുന്നതിന് വരെ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു കൺഫ്യൂഷൻ ഉള്ളിൽ കിടക്കും. പക്ഷേ അതിനപ്പുറം നിങ്ങളൊരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുക. അത് നിങ്ങളുടേതായിട്ടുള്ളൊരു ട്രസ്റ്റ്. അതായത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് വിശ്വസിക്കുക. അതായത് എനിക്ക് ഈ ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കാനൊരു ടെക്സ്റ്റ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ട്രസ്റ്റ് വേണം. അതായത് ഈ ജോലി ഞാൻ നേടും, ഈ ജോലി നേടാനായിട്ടാണ് പഠിക്കുന്നത്, സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യും. ഈ ഒരു ട്രസ്റ്റ് നിങ്ങൾ ഏത് പോയിന്റ് വരെ കീപ്പ് ചെയ്യുന്നു ആ പോയിന്റ് വരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്ക് എത്താനായിട്ട് പറ്റും. ഇത് വേറൊരാൾ പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിനകത്തിലോട്ട് വന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ കേസല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എനിക്ക് ജോലി വേണം എന്ന് കരുതി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം. അതായത് ഈ ജോലി ഞാൻ നേടും. നിങ്ങൾ ഏത് എക്സാം പ്രിപ്പയർ ചെയ്താലും അത് നിങ്ങൾ നേടുമെന്നുള്ള ട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് മറ്റാർക്കുമല്ല, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ട്രസ്റ്റ് വേണ്ടത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം മുതലേ ഒരു വിശ്വാസമുണ്ട്, അതായത് ഞാൻ ഈ ജോലി നേടും. കാരണം ഞാൻ മറ്റ് PSC എക്സാംസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ടെക്നിക്കൽ എക്സാംസ് മാത്രമാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കാരണം അതാണ് എനിക്ക് കുറച്ചും കൂടെ പഠിക്കാനായിട്ട് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ടെക്നിക്കൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി, അത് ഷാർപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ടെക്നിക്കൽ. പക്ഷേ മറ്റ് എക്സാംസ് പഠിക്കുമ്പോൾ, അതായത് ടെക്നിക്കലിന് തന്നെ ഇതിന് മുന്നേ ഞാൻ അറ്റൻഡ് ചെയ്ത എക്സാംസ് പഠിക്കുമ്പോൾ എനിക്ക് സമയം പ്രോപ്പറായിട്ട് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഈ ഒരു എക്സാം വന്നപ്പോൾ ഞാൻ ആദ്യം ഉറപ്പ് വരുത്തിയത് സമയം കൃത്യമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തതനുസരിച്ച് തന്നെ എനിക്ക് കിട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ആദ്യമേ ഞാൻ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് ഒരു ടൈം ടേബിൾ റെഗുലറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്നത് വിശ്വാസമാണ്. അതായത് ഞാൻ ഈ എക്സാമിന് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ ഇത്ര നേരം ഇരുന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ടും എനിക്ക് കിട്ടും. ആ ഒരു വിശ്വാസം ത്രൂ ഔട്ട് എൻ്റെ ജേർണിയിലുണ്ടായിരുന്നു. ആ ഒരു ട്രസ്റ്റാണ് ഇപ്പോഴും ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നിടം വരെയും എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടോപ്പ് റാങ്കുകളിൽ എത്താനായിട്ട് ഒരു പ്രയാസമില്ലാതെ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾ അല്ലേ, ഇപ്പോൾ ഇനി വരുന്ന കുറേ എക്സാമുകൾ നമുക്കുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ തന്നെ പല എക്സാമുകൾ നമുക്ക് പല ട്രേഡിൻ്റെ വരാനായിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ആ ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ വേണം അല്ലേ. ഞാൻ ആ ഒരു ടൈം ടേബിൾ അല്ല നിങ്ങളുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാനിനെയാണ് ഉദ്ദേശിച്ചത്. അതായത് നിങ്ങളുടെ രീതിയിൽ അതിനെ പ്ലാൻ ചെയ്യുക. അപ്പം എൻ്റെ രീതി ഫോളോ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയില്ല. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ആ ഒരു ഫോളോ ചെയ്യുന്ന രീതി വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്ന് പറയുമ്പം ഒരു ഡേയിൽ നമുക്ക് 24 hours കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാനായിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ മാത്രം ഡിസിഷനാണ്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കണ്ടെത്തുന്നതിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. അതായത് day 1 നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു വീക്കിൽ 7 days നോക്കുകയാണെങ്കിൽ 2 days നമുക്ക് സാറ്റർഡേ സൺഡേ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരു ഓഫ് ഡേ ആയിരിക്കും അല്ലേ, ജോലി ചെയ്യുന്നവർക്കൊക്കെ. അപ്പം ആ 2 ദിവസം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, അത് നിങ്ങൾക്ക് ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടാവണം. അതിലായിരിക്കണം നിങ്ങളുടെ പരമാവധി പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരേണ്ട ദിവസങ്ങൾ. ബാക്കി ദിവസങ്ങൾ നിങ്ങളുടെ വർക്കിനോടൊപ്പം അല്ലെങ്കിൽ
ഫുൾ ടൈം ഫ്രീ ആയിട്ടുള്ളവരാണെങ്കിൽ ഫുൾ ടൈം ഒരു എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ രീതിയിൽ പോകാം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളൊരു ടൈമിംഗ് വെക്കണം. അതായത് നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര ടൈം, ആ മൊഡ്യൂളിൻ്റെ റിവിഷന് വേണ്ടി ഇത്ര ടൈം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസുകൾ നിങ്ങൾ കളക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യുക. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, റെഗുലറായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഡെയിലി ഉള്ള റിവിഷൻ സീരീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ അതായത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ഇതിനെ വർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾക്കൊരു കണ്ടൻറ്റ് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ റിവിഷൻ കിട്ടുന്നുണ്ട്. പ്ലസ് നിങ്ങൾ ക്വസ്റ്റ്യൻ അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളൊന്ന് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ആ ക്വസ്റ്റ്യനിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സ്പീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് എക്സാമിന് ചെല്ലുമ്പോഴുള്ള ടെൻഷൻ പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെയധികം ആ ഒരു സ്റ്റഡി പ്ലാനിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അതായത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നൊരു ഫാക്ടറാണ്. സോ അത് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷനകത്തിൽ സ്റ്റഡി പ്ലാനിൽ വേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലെഷർ ടൈം, അതായത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ടൈം നിങ്ങൾ ആദ്യമേ ഡിസൈഡ് ചെയ്യുക. ആ ഒരു ടൈമിലല്ലാത്തൊരു ടൈം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ഫ്രീ ആയിട്ട് നിങ്ങളൊന്ന് ചില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യില്ല. കാരണം എല്ലാവരും ഇപ്പോൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫോൺ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടാകും. അപ്പം എല്ലാ തരം എൻ്റർടൈൻമെൻറ്റുകളും നമ്മുടെ ലൈഫിലുണ്ട്. അത് നമുക്ക് വേണ്ടതാണ്. നമ്മുടെ മെൻ്റലി നമ്മളൊന്ന് ബാലൻസ്ഡ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഒരു എക്സാം നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ആ ആവശ്യമുള്ള ആ ഒരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു ടൈമിങ് ഉണ്ടാക്കി വെക്കുക. അതായത് എനിക്ക് ഒരു ദിവസം ഇത്ര ടൈം ഞാൻ ഒരു ഫ്രീ ടൈമാണ്, ആ ഒരു ടൈം ഞാൻ മാക്സിമം എൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ആവശ്യമായി പാട്ട് കേൾക്കുമായിക്കോട്ടെ, സിനിമ കാണുമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ചെയ്യുമായിക്കോട്ടെ, എന്ത് വേണം ചെയ്യാം, അത് നിങ്ങളുടെ കംഫർട്ടാണ്. പക്ഷേ ആ ഒരു ടൈം അല്ലാത്തൊരു ടൈമിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ടൈം ഇതിലോട്ട് കൺവേർട്ട് ചെയ്യരുത്. അതായത് ഒരു ദിവസത്തിൽ നിങ്ങളൊരു 1 hour 2 hour ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 22 hours നിങ്ങൾ ഈ ഒരു കാര്യം തൊടാനേ പാടില്ല. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ടോപ്പ് സ്കോറിലോട്ടൊക്കെ എത്താനുള്ള ഒരു ഡിസിപ്ലിൻ അവിടെയാണ് കിട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യും, വളരെ ലൈറ്റായിട്ട് പോകും. നമുക്കൊരു സ്ട്രോങ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷനിൽ നല്ലൊരു സ്കോറിൽ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു മുമ്പോട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങളുടെ ടൈമിങ്ങിൽ, നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യല്ല. കൃത്യമായിട്ടുള്ള പഠനത്തിനുള്ള ടൈം മാറ്റി വെക്കുക. അതിനുശേഷം കുറച്ച് ടൈം നിങ്ങളെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാമുകൾ, അതായത് നിരവധിയായിട്ട് വരുന്ന എക്സാംസ് ഉണ്ടല്ലേ, ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ മാത്രമല്ല, പമ്പ് ഓപ്പറേറ്റർ വരുന്നുണ്ട്, IEO വരുന്നുണ്ട്, അങ്ങനെ പല സ്ട്രീമിലുള്ള എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാരും ഈ പറയുന്ന കാര്യം കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടൈം നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ആ പ്ലാനിങ് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുക. അത് പിന്നീട് ബ്രേക്ക് ചെയ്യരുത്. അതിനെ ഒരിക്കലും ആ റൊട്ടീൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യില്ല. റെഗുലർലി അത് ഫോളോ ചെയ്ത് പോവുക എക്സാം ഡേറ്റ് വരെ. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം അടുക്കുമ്പോൾ നിങ്ങൾക്ക് എവിടുന്ന് ഒരു കോൺഫിഡൻസ് വരും. അത് ഷുവറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങളിത് ക്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റും. കാരണം നിങ്ങൾക്ക് ഇത്രയും നാൾ ചെയ്തൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹെവി ആയിരിക്കും. ആ സമയം നമ്മൾ ലൂസ് പ്രിപ്പറേഷൻ, ഇടയ്ക്കൊക്കെ കുറേ ഫൺ ടൈമൊക്കെ കൊടുത്ത് ഓവറായിട്ട് നമ്മൾ ചില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് പേടി കൂടും. അങ്ങനെ പേടി വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എവിടെയോ നിങ്ങൾ എന്ത് ചെയ്തു, ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. തുടക്കവും ലാസ്റ്റ് വരെ നമ്മൾ ആ ഒരു ഒരേപോലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ പഠനം കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്കും ഞാനിരിക്കുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ചാൻസസ് ഫ്യൂച്ചറിലുണ്ടാവും. അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ പറഞ്ഞു, നമ്മുടെ ടൈമിംഗ് നമ്മൾ പറഞ്ഞു, നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് കോച്ചിങ് ആണ്, അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു കോച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം പല എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ടേബിളും ബുക്കുമായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ റിസോഴ്സിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കാം, അല്ല യൂട്യൂബിൽ നിന്ന് കുറേ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയേക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ ഒരു എക്സാം എഴുതുന്ന മറ്റാളുകൾ എവിടെയോ വരുന്ന ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ എവിടെയോ വരുന്ന അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ പ്രിപ്പറേഷൻ നിങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കൂടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വേണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അതായത് ഈ ഒരു എക്സാം എഴുതുന്ന ആളുകളൊക്കെ ഏകദേശം ഈ രീതിയിലാണ് പഠിക്കുന്നത്, അവരിൽ ഈ ഒരു പെർഫോമൻസാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് കണ്ടാൽ നിങ്ങളുടെ പോരായ്മകൾ, അല്ല നിങ്ങൾക്ക് എന്തോരം ഇനി മുമ്പോട്ട് പോകണം, അല്ലെ എത്ര എഫേർട്ട് കൂടുതൽ ഇടണോ, അതോ ഞാനിടുന്ന എഫേർട്ട് കറക്റ്റാണോ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്കൊരു കമ്പാരിസൺ വേണം, അല്ലേ. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ കോമ്പറ്റീഷൻ എക്സാമാണ്, അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾ പഠിക്കുന്നത് എന്താണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണം. കംപ്ലീറ്റ് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ വേണം. അതായത് നന്നായിട്ട് പഠിക്കുന്നവരുണ്ടോ അതോ മോശമായിട്ടാണോ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പെർഫോമൻസിനെ പറ്റി ഒരു ധാരണ വരാൻ
ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കൊരു കോച്ചിങ് എടുക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. നല്ലൊരു അറിയപ്പെടുന്ന നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കോച്ചിങ് സെൻ്ററിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം അത് ഡെഫിനറ്റ്ലി ആ പൈസ നിങ്ങൾക്ക് വാല്യൂ ഫോർ മണിയാണ്. കാരണം എന്ന് വെച്ചാൽ അല്ലെ വർത്ത് ഫോർ മണി എന്ന് പറയാം. കാരണം നിങ്ങൾക്ക് നാളെ ആ ഒരു എക്സാമിൻ്റെ കോച്ചിങ് കൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് വരും. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ എഴുതുന്ന മോക്ക് ടെസ്റ്റിൽ നിങ്ങളുടെ പെർഫോമൻസ് എവിടെയാണ്, അല്ലെ നിങ്ങളെടുക്കുന്ന എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് മറ്റുള്ളവരെക്കാൾ എത്ര മുമ്പിലാണ്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ്ലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ പ്രിപ്പറേഷൻ റൈറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അല്ലാത്ത പക്ഷം നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു മൊത്തം ഒരു ട്രെൻഡ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകാറുണ്ട്. അപ്പം മറ്റേ കേസ് പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും നമുക്കൊരു 90% ഈ ഒരു സൈഡിൽ കോച്ചിങ്ങിൻ്റെ സപ്പോർട്ടോടുകൂടി പഠിക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് സ്ഥിരമായിട്ട് നമുക്ക് കാഴ്ചവെക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഒരിക്കലും ഒരു കണ്ടൻറ്റും മിസ്സാവത്തില്ല. അതായത് നമ്മൾക്ക് കിട്ടാത്ത കണ്ടൻറ്റ്സ് മറ്റുള്ളവരിലേക്ക് മാത്രം എത്തുന്നത് ഒരു കോച്ചിങ് എടുക്കുന്നതിലൂടെ അത് ഒഴിവായി കിട്ടും. നമുക്കും ആ കണ്ടൻറ്റ് റെഗുലറായിട്ട് കിട്ടും. അപ്പോൾ നമ്മളും എത്ര പേര് അപ്ലിക്കൻസ് ഉണ്ട് അവരിൽ ഒരാളായിട്ട് അവരുടെ കൂടെ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും എത്ര വേണമെങ്കിലും പ്രിപ്പറേഷനിൽ ഇൻപുട്ട് കൊടുക്കാം. അതിനൊരു ലിമിറ്റും ഇല്ല. പക്ഷേ ഒരു കോച്ചിങ്ങിൻ്റെ ബാക്കപ്പ് നിങ്ങളെ ശരിക്കും ഒരു നല്ലൊരു ടോപ്പ് സ്കോററിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ആ ഒരു ഡൗട്ട് എനിക്കില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു നല്ലൊരു മെൻറ്റർഷിപ്പ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളുടെ ഒരു റെഗുലറായിട്ടുള്ളൊരു ആക്ടിവിറ്റീസിലൊരു എന്താ പറയുക എനർജി കുറയാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു മെൻറ്ററിങ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ചാർജ്ഡായിരിക്കും, അല്ലേ നിങ്ങൾ എപ്പോഴും ഒരു ഫുൾ ഓണിലായിരിക്കും പ്രിപ്പറേഷൻ. നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരു എന്താ പറയുക സ്ലോ ആയിട്ട് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടല്ല പ്രിപ്പറേഷൻ വേണ്ടത്, സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ബാക്കപ്പ് തരുന്ന മീഡിയം നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ഇപ്പം നിലവിൽ ഒരുപാട് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ, ടേണർ, മെഷീനിസ്റ്റ്, അതുപോലെ ഫിറ്റർ, ഷീറ്റ് മെറ്റലൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ. പിന്നെ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെൻറ് ITIകളിൽ അധ്യാപകരാകാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാനൊരു ബിഗ് ലേണിങ്ങിൻ്റെ ഒരു ഫാക്കൽറ്റി കൂടിയാണ്. അപ്പം ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള എക്സാമുകൾക്ക് നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ തയ്യാറെടുത്ത് മുന്നേറാനായിട്ട് പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾ ക്രാക്ക് ചെയ്യാനും അതിൽ ഏറ്റവും നല്ല സ്കോർ വാങ്ങാനും സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ആദ്യം ഒന്ന് വിശ്വസിച്ച് പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രം മതി. അപ്പം നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് നല്ല രീതിയിൽ മുന്നേറി പോകാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും താങ്ക് യു.